നമസ്കാരം, കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുളം ശ്രീധരിയം ബൈപ്പാസ് റോഡിൽ 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഫെൻസിംഗ് കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയുടെയും സമീപ പഞ്ചായത്തുകളിലെയും മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ക്രിമിറ്റോറിയം പ്രവർത്തനരഹിതമായിട്ട് 5 മാസമായി. ഇത് തുടർന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു നടപടിയും നഗരസഭാ ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല എന്നാരോപിച്ചുകൊണ്ട് LDF കൌൺസിലർമാർ പ്രതിഷേധിച്ചു. നമ്മൾ കാണുന്നത് പോലെ കൂത്താട്ടുളം നഗരസഭയുടെ ലാസ്റ്റ് സാമ്പത്തിക വർഷം ഏകദേശം 15 ലക്ഷം രൂപയോളം മുടക്കി പണി പൂർത്തീകരിച്ചിട്ടുള്ള ഫെൻസിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ഫെൻസിംഗ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഫെൻസിംഗ് മുഴുവൻ അനേക മാസമായി, ഏകദേശം 6 മാസക്കാലത്തോളമായി ശ്രീമതി കലാരാജു ചെയർപേഴ്സണായി മാറിയ ആ കാലഘട്ടം മുതൽ ഇന്നുവരെ ഈ കാട് കയറി മൂടിക്കിടക്കുന്ന ഇത് സംരക്ഷിക്കാൻ നിലവിൽ ഭരണമുള്ളവർ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നില്ല. തന്മൂലം ഈ നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള ശ്രീധരിയം ബൈപ്പാസ് റോഡിന്റെ ഫെൻസിങ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ റോഡിന്റെയും അതുപോലെ തന്നെ ഈ റോഡ് മനോഹരമായി പണിയുന്നതിന് വേണ്ടി നമ്മൾ പണി പൂർത്തീകരിച്ചിരുന്ന ഈ ഫെൻസിങ്ങിന്റെ അവസ്ഥയാണിത്. ഇതിൽ കടുത്ത പ്രതിഷേധം LDFന്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തുകയാണ്. അതിൽ ശക്തമായ സമരം ഈ ഫെൻസിങ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. കൂത്താട്ടുളം നഗരസഭയുടെ ക്രിമിറ്റോറിയമാണ് ഈ പൂട്ടിയിട്ടിരിക്കുന്നത്. കൂത്താട്ടുളം നഗരസഭയിൽ മാത്രമല്ല, വെളിയന്നൂര്, എലഞ്ഞി, തിരുമാറാടി, പാലക്കുഴ പഞ്ചായത്തുകളിൽ മരണപ്പെട്ടു പോകുന്നവരെ സംസ്കരിക്കുന്ന ക്രിമിറ്റോറിയമാണിത്. ഈ ക്രിമിറ്റോറിയം കഴിഞ്ഞ 4 മാസത്തിലേറെയായി പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ ക്രിമിറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാനോ അത് തുറന്നു കൊടുക്കാനോ കഴിഞ്ഞ 4 മാസക്കാലമായി ഒരു നടപടിക്രമവും പാലിക്കാതെ ഈ സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം, ഒരു കംപ്ലൈന്റ് കാരണം കുറെ ദിവസമായി മൂവാറ്റുപുഴ ക്രിമിറ്റോറിയം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തന്മൂലം ഒരു ബോഡി സംസ്കരിക്കുന്നതിന് നമ്മുടെ ഈ പ്രദേശത്തെങ്ങും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ ഈ കൂത്താട്ടുകുളത്ത് വളരെ നന്നായി പണി പൂർത്തീകരിച്ചിരുന്ന ഈ ക്രിമിറ്റോറിയം ഇതുപോലെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട കാര്യമാണ്. ഈ ക്രിമിറ്റോറിയം റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത നഗരസഭ ഭരണാധികാരികളുടെ നടപടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വരും നാളുകളിൽ ശക്തമായ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തുന്നതാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.